പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മളെ കാത്ത് സായാഹ്നത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിലിരുന്ന് വചനം പറയുവാനും വചനം ശ്രവിക്കുവാനും തക്കവണ്ണം ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ ദാനമായി നൽകിയ ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ, അളവറ്റ എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഭക്ഷണത്തിനായും വസ്ത്രത്തിനായും ആരോഗ്യത്തിനായും നല്ല കുടുംബ ബന്ധങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ ദിവസവും കർത്താവെ അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. അങ്ങയുടെ വചനം ശ്രവിക്കുവാനും പറയുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തുറക്കണമേ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ അങ്ങ് തുറന്നു കൊടുത്തതുപോലെ കർത്താവെ, വചനം ഗ്രഹിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറിയം അങ്ങയുടെ കാൽക്കീഴിലിരുന്ന് വചന ശുശ്രൂഷയിൽ പങ്കെടുത്തതുപോലെ കർത്താവായ യേശുവെ, അങ്ങയുടെ സന്നദ്ധിയിലിരുന്ന് വചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, 2-3 ആഴ്ചകൾക്ക് മുമ്പ് അച്ഛനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ആ വീട്ടിലെ കാർന്നവർ എന്നെ വിളിച്ചുകൊണ്ട് ആ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനും അപ്പോൾ എൻ്റെ പള്ളിയിലെ പ്രധാന ശുശ്രൂഷകനും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ആ ഭവനത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ആ വീട്ടിലെ അദ്ദേഹം എന്നോട് പറഞ്ഞു, വെച്ചാൽ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലും കൂടെ ഒന്ന് പോകണം, അച്ഛൻ അവിടെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ആ ഭവനത്തിലേക്ക് ഇദ്ദേഹവും എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ 3 പേരും കൂടെ ആ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ കൂടെ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾ എന്നോട് പറഞ്ഞു, വെച്ചാൽ നമ്മളിപ്പോൾ ചെല്ലാൻ പോകുന്നത് ഒരു നല്ല അത്യാവശ്യം നല്ല സമ്പന്നതയിൽ കഴിയുന്നൊരു ഭവനത്തിലെ ഒരു വീട്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. നല്ലതായ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഏലകൃഷിയൊക്കെ ചെയ്യുന്നവരാണ്, നന്നായി ജീവിക്കുന്നവരാണ്. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം എന്നെ ആ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പ്രിയമുള്ളവരെ, ഞങ്ങൾ ആ വീട്ടിലെത്തി കഴിഞ്ഞ് ആ ഭവനമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയ വ്യക്തി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ചെറിയ മുറി, ആ മുറിയോട് ചേർന്ന് ചെറിയൊരു അടുക്കളയോട് ചേർന്ന് ഒരു ബാത്റൂമും ഉണ്ട്. അവിടെയാണ് അപ്പനും അമ്മയും കഴിയുന്നത്. മക്കളുണ്ട്, പക്ഷേ അവർ മക്കൾ എക്സാം എഴുതാനായിട്ട് കേരളത്തിൻ്റെ പുറത്ത് പോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ കണ്ടപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയ ആളിനോട് പറയുകയാണ്, ഇഷ്ടംപോലെ സമ്പത്തുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ അവരുടെ ഭവനം കണ്ടപ്പോൾ എനിക്കത് തോന്നിയില്ല. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ സ്ഥലമൊക്കെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അച്ഛാ, അവിടെയൊക്കെ ഞങ്ങൾ പോയി ചെയ്യുന്നുണ്ട്, അന്ന് അവിടെ എല്ലാം ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഇടുങ്ങിയ മുറിയിൽ നിങ്ങൾ കിടക്കുന്നത്? കാരണം ദൈവം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നല്ല വീട് വെക്കാൻ, നല്ല സ്ഥലമൊക്കെ വാങ്ങിക്കാനൊക്കെ സാഹചര്യങ്ങളും എല്ലാ ഇതും ദൈവം കൊടുത്തിട്ടുണ്ട്. അവരതുപോലെ അധ്വാനിക്കുന്നവരായതുകൊണ്ട് ദൈവം അവർക്ക് സമൃദ്ധമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ അവർ ആ ഇടുങ്ങിയ മുറിക്കുള്ളിലാണ് കഴിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഒരു പുതിയ വീടൊക്കെ വെക്കാത്തത്? പറഞ്ഞാൽ അവർ പറയുകയാണ്, അച്ഛാ അത് ഞങ്ങൾ ഈ സ്ഥലത്ത് ഒന്നുമില്ലാതെ വന്നവരാണ്. ഇവിടെ വന്നു, ഈ വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഓരോ സ്ഥലത്തും പണിയാൻ പോയി കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പൈസയെല്ലാം സ്വരൂപിച്ചു വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഞങ്ങൾ ഒരു നല്ല സ്ഥലമൊക്കെ നോക്കി എടുത്ത് ഇപ്പോൾ ദൈവം ഞങ്ങൾ ഒരുപാട് സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. പക്ഷേ ഒരു പുതിയ വീട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ കാരണം ഞങ്ങളുടെ ഐശ്വര്യം മുഴുവൻ ഈ വീട്ടിലാണ്. ഈ വീട്ടിൽ വന്ന് തുടങ്ങിയപ്പോൾ, ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടിയത്. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ വേറൊരു വീട് വെച്ച് മാറിയാൽ ഞങ്ങളുടെ ഐശ്വര്യവും ഞങ്ങളുടെ സമ്പത്തൊക്കെ നഷ്ടമാകുക എന്നുള്ള പേടിയാണ് ഞങ്ങൾ പുതിയൊരു വീട് വെക്കാൻ ഞങ്ങൾക്ക് തോന്നാത്തതെന്ന് ഇവരെന്നോട് പറഞ്ഞു. സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അവരുടെ ദൈവം ആരായിട്ട് മാറി? ആ വീടും ആ ചുറ്റുപാടും അവരുടെ ദൈവമായിട്ട് മാറി. എന്നാൽ ആ ഭവനം ഇല്ലെങ്കിൽ ഇവർക്കുണ്ടാകുന്ന സകലതും കൊടുത്ത ദൈവത്തെ അല്ല അവർ മുന്നിൽ കണ്ടത്. അവരെന്ത് ചെയ്തു? ആ സാഹചര്യത്തെ ദൈവമായിട്ട് കണ്ടു. നമ്മളിൽ ഭൂരിഭാഗവും ഇങ്ങനെയല്ലേ? വീടിൻ്റെ അടുക്കള ഇരിക്കുന്ന സ്ഥലം ശരിയല്ല, നമ്മൾ എന്ത് ചെയ്യും? അത് പൊളിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുവെക്കും. മുറിയിലിട്ടിരിക്കുന്ന കട്ടിൽ അങ്ങനെയല്ല കിടക്കട്ടെ, അതുകൊണ്ടാണ് ഐശ്വര്യം വരാത്തത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കട്ടിൽ നേരെ തിരിച്ച് വേറൊരു ഭാഗത്തോട്ട് കൊണ്ടിടും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഐശ്വര്യം നേടുന്നവരാണ്. എന്നാൽ നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം,
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനം പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ കർത്താവിനെ സ്നേഹിക്കണം. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. ആദ്യത്തേതും അതിലേറെ പ്രാധാന്യമുള്ള കൽപ്പന ഇതാണ്. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടുകൂടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. കാരണം എന്താണ്? ഇതെല്ലാം നമുക്ക് നൽകിയത് ആരാണ്? സർവശക്തനായ ദൈവമാണ്. ദൈവത്തേക്കാൾ അധികമായിട്ട് നമ്മൾ വേറെ ആരെയും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനോ പൂജിക്കാനോ പാടില്ല. നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അച്ഛാ സത്യത്തിൽ ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തകർന്നു പോയേനെ. സത്യത്തിൽ ആ മനുഷ്യൻ ഞങ്ങളുടെ ആപത്ത് ഘട്ടത്തിൽ ഞങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ആരും ആത്മഹത്യ ചെയ്യാതെ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ചിലവർ പറയും രാഷ്ട്രീയക്കാരെ അവരുടെ ഹൃദയത്തിൽ എന്തു ചെയ്യും? പൂജിക്കും. ചിലവർ എന്തു ചെയ്യും? സിനിമാ താരങ്ങളെ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ ദൈവങ്ങളെ, മനുഷ്യ ദൈവങ്ങളെ ഹൃദയത്തിൽ പൂജിക്കുന്ന വ്യക്തികളാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ സഹായിച്ച വ്യക്തിയിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, ആ വ്യക്തിയെ നമ്മളിലേക്ക് തന്ന ദൈവത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എന്ന് വെച്ച് സഹായിച്ച വ്യക്തിയെ നമ്മളിത് വേദനിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ നമ്മളെ ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ള കടമ നമുക്കുണ്ട്. എന്നാൽ അവരെ നമ്മളിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മഹത്വം കരയറ്റാനായിട്ട് പറ്റണം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസികളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ആഗ്രഹമോ നമ്മുടെ പ്രയത്നമോ ഒന്നുമല്ല, കർത്താവിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം പറയുകയാണ്, അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ നമ്മൾ നോക്കി നമ്മൾ ഈ ഓടുന്ന ഓട്ടവും നമ്മൾ ഈ അധ്വാനിക്കുന്നതൊക്കെ നമ്മുടെ കഴിവും നമ്മൾ നേടിയെടുത്ത ജീവിതവും ജോലിയും നമ്മുടെ എല്ലാ ജീവിത സൗകര്യങ്ങളും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണോ? നമ്മുടെ കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിൽ കർത്താവിൻ്റെ ഒരു ദയയുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കണം. ഒരിക്കൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരു ഞായറാഴ്ച ദിവസം, അപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ പോകാറില്ല, ഞായറാഴ്ച രാവിലെയാണ് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ പ്രഭാതത്തിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം എങ്ങനെയാണ്? ഇന്ന് ഏവൻഗേലിയോൻ പ്രസംഗം നടത്തേണ്ടത് കർത്താവിൻ്റെ സംരക്ഷണം, കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന കരുതലും സ്നേഹത്തെക്കുറിച്ചും ഇന്ന് വചനം പ്രഘോഷണം നടത്തണം. ഇങ്ങനെയാണ് സ്വപ്നം കാണുന്നത്. ആരോ വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. സാധാരണ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാറില്ല. സാധാരണ എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണുന്നതെന്ന് ഞാൻ പറയാത്തത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്വപ്നം ഞാൻ കാണുന്നത്. എന്താണേലും സാധാരണ കണ്ട സ്വപ്നങ്ങളൊക്കെ പലപ്പോഴും മറന്നും പോകാറുണ്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ. എന്നാൽ ഈ സ്വപ്നം മാത്രം മറന്നുപോയില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റു, എൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നടത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ദേവാലയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഈ യാത്രയിലെല്ലാം ഉടനീളം എൻ്റെ ചിന്ത ഇതാണ്, കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ് എന്ന് പറയേണ്ടത്. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ഭഗ്നാശരാവുകയില്ല എന്നൊക്കെ ഇന്നത്തെ ഏവെങ്കിലോനിൽ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോഴെല്ലാം ഹൃദയത്തിൽ വേറൊരു ചിന്തയും കൂടെ ഉണ്ട്, ഇന്നത്തെ ഏവെങ്കിലോനുമായി ബന്ധപ്പെടുത്തി വേണം ഇത് പറയേണ്ടത് എന്നൊക്കെ ചിന്ത മനസ്സിലുണ്ട്. അങ്ങനെ പ്രിയമുള്ളവരെ, ആ ദേവാലയത്തിലെത്തി പ്രഭാത പ്രാർത്ഥനയെല്ലാം പരിശുദ്ധ കുർബാനയെല്ലാം കഴിഞ്ഞ് ഏവെങ്കിലോൻ പ്രസംഗത്തിൻ്റെ സമയമായി ഞാൻ ഇങ്ങനെ കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണം. അന്ന് നമ്മൾ വായിച്ചത് സക്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. ഈ സക്കറിയ പുരോഹിതനും എലിശബത്തും അവർക്ക് വാർദ്ധക്യത്തിലെത്തി, അവർക്ക് മക്കളില്ലാത്തവരായിരുന്നു. അപ്പോൾ ഇവർ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുഞ്ഞിന് വേണ്ടി. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ടാകുന്നില്ലെങ്കിൽ അവരെ ഏറ്റവും വലിയ ശപിക്കപ്പെട്ടവരായിട്ടാണ് യഹൂദന്മാർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സക്കറിയ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം ആരാണ്? ഒരു പുരോഹിതനാണ്. അതായത് ഏറ്റവും അടുത്ത് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ആരാധനകൾ സ്തോത്രങ്ങളൊക്കെ സമർപ്പിക്കുന്ന ഒരു വ്യക്തി, ജനത്തിനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലൊരു കുഞ്ഞില്ല. പ്രിയമുള്ളവരെ, എലിശബത്തും സക്കറിയ പുരോഹിതനും അവരുടെ വാർദ്ധക്യം വരെയും അവർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളിൽ ഭൂരിഭാഗം പേരും എന്താ ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന,
നടത്തിക്കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്കെന്തുണ്ടായിത്തീരും? അസ്വസ്ഥതകൾ വരും. നമുക്കത് കാര്യം ദൈവസന്നിധിയിൽ നിവർത്തിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കത്തില്ല. നേർച്ചകൾ നേർന്നിട്ടും ഒന്നും ഫലം കാണുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? മടുത്തു പോകും. പിന്നെ പള്ളിയിൽ പോകാതെ വരും. അങ്ങനെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷേ ഈ സക്കറിയ പുരോഹിതനും ഈ എലിസബത്തും കൂടെ എന്താ ചെയ്തതെന്നറിയാമോ? അവരുടെ വാർദ്ധക്യം വരെയും അവരെന്ത് ചെയ്തു? അവർ കുഞ്ഞിന് ഉണ്ടാകാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം. അവിടെ പറയുകയാണ്, അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. കർത്താവിൻ്റെ നിയമങ്ങളെല്ലാം എന്ത് ചെയ്തു? അവർ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു അവർ. അതായത് അവർ ശരണം വയ്ക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും പ്രസംഗത്തിൽ ഈ സക്കറിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? അന്ന് കോവിഡിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ദേവാലയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ സീറ്റും ഫുള്ളാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, ഇവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രസംഗം എല്ലാം കഴിഞ്ഞ സെമിത്തേരിയിൽ ഒരു ധൂപപ്രാർത്ഥന ഉണ്ടായിരുന്നു. ധൂപപ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഈ എവൻഗേലിയോൻ പ്രസംഗം ഇന്ന് എനിക്കുള്ളതായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വേദനകളുണ്ടായിരുന്നു, ഒരുപാട് വേദനകൾ. ഏകദേശം ഒരു 50-55 വയസ്സ് പ്രായമുള്ളൊരു ആൻറ്റി എന്ന് വേണം നമുക്ക് പറയാൻ. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, സങ്കടമായിരുന്നു. പക്ഷേ ഇന്നത്തെ എവൻഗേലിയോൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും എന്നെ കരുതുന്ന ഒരു ദൈവവും ഉണ്ടെന്നും അതുകൊണ്ട് എനിക്ക് ഭഗ്നാശരാഗത്തിൽ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും എനിക്കിപ്പോൾ തോന്നുന്നു. എനിക്കിപ്പോൾ ജീവിക്കാനായിട്ട് തോന്നുകയാണ്. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയിൽ നടക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്കിപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ എനിക്കിത് എന്തായി തീർന്നു? ഒരു അനുഭവമായിട്ട് മാറി. അപ്പോൾ നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മളിലൂടെ കർത്താവ് ഒരു ആത്മാവിനെ രക്ഷിക്കുകയാണ്, ഒരു വചന ശുശ്രൂഷയിലൂടെ. നിങ്ങളിപ്പോൾ ഈ സമയം എന്തെല്ലാം തിരക്കുകളുടെ മധ്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഈ അരമണിക്കൂർ സമയം വചനം കേൾക്കാൻ വേണ്ടി ഈ ടിവിയുടെ മുമ്പിൽ, ഈ ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവം നിശ്ചയമായിട്ടും ഇത് ആരെയെങ്കിലും ഒരാളെ സ്പർശിക്കും. ഒരു കൺവെൻഷൻ പ്രസംഗം, 10,000-കണക്കിന് ആൾക്കാർ കൺവെൻഷൻ കൂടുക. പക്ഷേ 10,000-കണക്കിന് ആളുകളെയും സ്പർശിക്കണമെന്നില്ല. അതിൽ ഒരാളെ ദൈവം തൊടും. അതാണ് ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഏതെല്ലാം പുസ്തകം വായിച്ചാലും കിട്ടാത്ത ഒരു സന്തോഷവും സമാധാനവും ആശ്വാസവും ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്പർശിച്ചു എന്നാണ്. വചനം കേൾക്കുമ്പോൾ നമുക്കൊരു കുത്തലുണ്ടാവും, ദൈവം ഇത് എന്നെക്കുറിച്ചാണോ, ഇത് കൃത്യമായിട്ട് എന്നെക്കുറിച്ചാണല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പറയുകയാണ്. അത് അങ്ങനെ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോണം? അന്നേരം തന്നെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തി എന്ത് ചെയ്തോണം? കർത്താവിനോട് ചേർന്നോണം. അപ്പോൾ ഈ സക്കറിയ പുരോഹിതനും എലിസബത്തും കർത്താവിൽ മാത്രം ശരണം വെച്ചവരായിരുന്നു. നമുക്കും അങ്ങനെ പറ്റണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഞാൻ പറയട്ടെ, ഈ കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പലരുടെയും അവസ്ഥ. എനിക്കത് നന്നായിട്ടറിയാം. പലർക്കും ഇപ്പോൾ പള്ളി വന്നില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ലെന്ന ചിന്ത പലരുടെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകാതെ 6-7 മാസം നമ്മൾ നിന്നില്ലേ, അപ്പോൾ പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് പിശാച് എന്ത് ചെയ്യുകയാണ്? ഇവരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഇത് നിസ്സാരമല്ല. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായൊരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ എന്നോട് പറയുകയാണ്, അവരൊരു പുതിയ പള്ളി പണിതു. ലോക്ക്ഡൗണൊക്കെ മുമ്പാണ്. കോവിഡിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ആ ദേവാലയത്തിൽ 100 പേർക്ക് നിൽക്കാം. ഡിസ്റ്റൻസ് ഇട്ട് അടയാളപ്പെടുത്തി 100 പേർക്ക് നിൽക്കാം. ഏകദേശം 3000-ഓളം ഇടവകയുള്ളൊരു പള്ളിയാണ്. 3000-ഓളം ഇടവകയുള്ള പള്ളി. പ്രിയമുള്ളവരെ, അച്ഛന് ഓരോ കുടുംബ യൂണിറ്റുകളെയും തരംതിരിച്ച് പരിശുദ്ധ കുർബാന വെച്ചു. കുടുംബ യൂണിറ്റുകൾ, ഇന്ന കുടുംബ യൂണിറ്റ് ഇന്ന ഞായറാഴ്ച, ഇന്ന ദിവസം, തിങ്കളാഴ്ച ഇന്ന യൂണിറ്റ് ഉള്ളവർക്ക് കുർബാന, ചൊവ്വാഴ്ച ഇന്ന കുടുംബ യൂണിറ്റുള്ളവർക്ക് കുർബാന, അങ്ങനെ എല്ലാം എന്ത് ചെയ്തു? ക്രമീകരിച്ചു. 100 പേർക്ക് സുഖമായിട്ട് വന്നു നിന്ന് ആരാധനയിൽ പങ്കെടുക്കാവുന്ന ദേവാലയത്തിൽ ആ ഞായറാഴ്ച പരിശുദ്ധ കുർബാനയ്ക്ക് വന്നത് വെറും 6 പേര് മാത്രമാണ്. വെറും 6 പേര് മാത്രം. നമ്മൾ ചിന്തിക്കേണ്ട, എവിടെ പോയി നമ്മുടെ വിശ്വാസം? ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കൈവിട്ട് കളയാൻ പാടില്ല.
സങ്കീർത്തനം 116 വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പ്രിയമുള്ളവർ, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങൾ ഇനിയും ഉണ്ടാകാം, ഇനിയും നമ്മൾ പീഡിപ്പിക്കപ്പെടാം, ഇനിയും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടാം, ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടും. വിശ്വാസം ചോർന്നു പോകാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചോളണം. നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ ചെറുപ്പത്തിൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവിക കാര്യങ്ങൾ പഠിപ്പിച്ചും സൺഡേ സ്കൂളിൽ ഇരുത്തി കൂദാശകൾ പറഞ്ഞു തന്നും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചും ബൈബിൾ വായിച്ച് പഠിപ്പിച്ചും നിങ്ങളെ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ യുവതലമുറയെ ആ വഴിയിൽ കൊണ്ടുവരേണ്ട കടമ നിങ്ങൾക്കുണ്ട്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങൾ ഓരോ ഭാഗത്തും നമുക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആത്മീയ മേഖലയിൽ അതിൻ്റെ ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. ഒരു കോട്ടവും നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. പലരും വന്ന് പറയാനുണ്ട്, അച്ഛാ ഇതെന്താണ്, ഞങ്ങൾക്കിപ്പോൾ ഞായറാഴ്ച പള്ളി വന്നില്ല, ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക്. നല്ല പ്രിയമുള്ളവരെ, കുഴപ്പമുണ്ട്. നമ്മളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ട് കിടക്കുകയാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓരോ പള്ളിയിലും ആ സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ ഓരോരുത്തരെയും വിളിക്കും. അവരാരും തന്നെ ഭൂരിഭാഗം പേരും ഇപ്പോൾ പള്ളിയിൽ പോകുന്നില്ല, അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ദേവാലയവുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കർത്താവിൽ മാത്രം ശരണം വയ്ക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം. കർത്താവിൽ ഒരു വ്യക്തി ശരണം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, അതൊരു ശരണമാണ്. അവൻ പള്ളിയിൽ പോകുന്നവനായിരിക്കണം, അത് കർത്താവിൽ ആശ്രയിക്കുന്നവന് മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. കാരണം അവിടെ പോയാൽ സങ്കടം, അവിടെ പോയെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നൊരു സന്തോഷം വേറെ ഒരിടത്തും പോയാൽ കിട്ടത്തില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ ആശ്രയിക്കുന്നത് സർവ്വശക്തനായ ദൈവത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സർവ്വശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ച് ഒരു കുടുംബം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരുപാട് ദൈവിക അനുഗ്രഹങ്ങൾ വരും. അതിന് ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വലിയ സമ്പന്നനാകുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദുരിതങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ, ഏറ്റവും പ്രിയപ്പെട്ടവർ ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാം. പക്ഷെ ദൈവത്തെ അറിയുന്നവൻ അവൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും കുലുങ്ങുകയില്ല. 21 വയസ്സ് പ്രായമുള്ള തൻ്റെ മകൻ ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുമ്പോഴും ആ മകൻ്റെ മൃതദേഹത്തിൻ്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് ഒരു ബോള കണ്ണുനീര് പോലും വീഴ്ത്താതെ 1 മണിക്കൂർ ദൈവവചനം പങ്കുവെച്ചൊരു അമ്മയെ എനിക്കറിയാം. അതുകൊണ്ട് സർവ്വശക്തനായ ദൈവത്തിൽ ആശ്രയം വയ്ക്കണം. കൊറോണ വരും. നമ്മുടെ ആശ്രയം ദൈവത്തിലാണ്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നിങ്ങൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണം, ദേവാലയത്തിൽ പോയി കൂദാശകളിൽ പങ്കെടുക്കണം, വചന ശുശ്രൂഷയിലേക്ക് വന്ന് പ്രവേശിച്ച് വചനം കേട്ട് ദൈവ അനുഗ്രഹമുള്ളവരായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവിൽ ശരണം വയ്ക്കുക. കർത്താവിൽ ആ ശരണം വയ്ക്കാതെ, കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആശ്രയിക്കാതെ വേറെ ഒന്നിലും ആശ്രയം വെച്ചിട്ട് ഒരു കാര്യമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടുകൂടെ നീ ദൈവത്തെ സ്നേഹിക്കണം. ഈ പൂർണ്ണം ഹൃദയം മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. എന്നാൽ ഇന്ന് നമുക്ക് അതല്ല സംഭവിക്കുന്നത്. നമ്മുടെ ഹൃദയം മുഴുവൻ വേറെ മറ്റു പലതിലുമാണ് നമ്മുടെ ഹൃദയം മുഴുവൻ. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ബൈബിള് വായിക്കാൻ പറ്റുന്നില്ല, ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുടുംബങ്ങളിൽ അസ്വസ്ഥത, ഒരു സമാധാനവും ഒരു സന്തോഷവും ഇല്ല. ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ സന്തോഷവും സമാധാനവും എന്തെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പ്രിയമുള്ളവരെ. അവരുടെ എല്ലാം കുഴപ്പം എന്താണെന്നറിയാമോ? അവരൊന്നും ഈ പ്രഥമവും പ്രധാനവുമായ കൽപ്പന ഉള്ളത്തിൽ, ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൻ നിന്നെ സ്നേഹിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ മറ്റു പലരെയും സ്നേഹിച്ചു, പക്ഷെ അവർക്ക് അതുപോലെ നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? തകർന്നുപോയി. നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചില്ല അച്ഛാ, ഞാൻ എന്തേലും സ്നേഹിച്ചവനാണ്, ഞാൻ എന്തേലും കരുതിയവനാണ്, എൻ്റെ ജീവിതം പോലും മാറ്റിവെച്ച് ഞാൻ എൻ്റെ സഹോദരങ്ങളെ വളർത്തിയെടുത്ത അച്ഛാ, പക്ഷേ ഇന്ന് അവരെന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞാൻ മണ്ണിൽ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും വിദേശത്ത് കിടന്ന് ജോലി ചെയ്തും ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കഷ്ടപ്പെട്ടിട്ട് ഇന്നെനിക്കൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞിട്ട് പോയച്ചാ എന്ന് കണ്ണുനീരോടുകൂടെ അനുഭവം പങ്കുവെച്ച എത്രയെത്ര വ്യക്തികളെ എനിക്കറിയാം. അവർക്കൊക്കെ ഒറ്റ കുഴപ്പമേ സംഭവിച്ചിട്ടുള്ളൂ. ഈ പ്രഥമവും പ്രധാനവുമായ കൽപ്പന അവരുടെ ഉള്ളത്തിൽ അവർ യഥാർത്ഥത്തിൽ സ്വീകരിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ പറയട്ടെ,
ഈ സായാഹ്നത്തിൽ ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. എന്താണ്? ദൈവമേ, എൻ്റെ കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം എനിക്ക് തരാൻ ഈ ഭൂമിയിൽ ഒരൊറ്റ ആൾക്കേ സാധിക്കുകയുള്ളൂ. അത് നീയാണ്, നീ മാത്രമാണ്. അങ്ങല്ലാതെ എന്നെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ വേറെ ആർക്കും സാധിക്കുകയില്ലെന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. കാരണം ഒറ്റിക്കൊടുക്കുന്നവൻ യൂദാസാണെന്നറിഞ്ഞിട്ടും യൂദാസിനെ സെലക്ട് ചെയ്യുമ്പോഴും 12 അപ്പോസ്തലന്മാരെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ഈ 12 അപ്പോസ്തലന്മാരിൽ യൂദാസ് ഉണ്ടായിരുന്നു. ഇവനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ യേശുവിന് അറിയാമായിരുന്നു ഇവനാണ് എന്നെ അവസാനം ഒറ്റിക്കൊടുക്കാനിരിക്കുന്നത്. പക്ഷെ ആ 3 വർഷക്കാലം അവനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവനെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഈ പത്രോസ്, വിശ്വാസത്തിൽ മുന്നിൽ നിൽക്കുന്നവൻ പത്രോസ്, അവൻ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ഇവനെ എനിക്കറിയത്തില്ല, അവൻ്റെ കൂടെ ഞാൻ ഇല്ലായിരുന്നു എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ട് പോലും പല രഹസ്യ സ്ഥലങ്ങളിലും പത്രോസിനെയും കർത്താവ് കൂടെ കൊണ്ടുപോയില്ലേ? നമുക്കും ഇത് പറ്റണം കേട്ടോ. നമ്മളെ വേദനിപ്പിച്ചവരിപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നുണ്ടാകാം. അവരെ സ്നേഹിക്കണം കേട്ടോ. ഹൃദയത്തിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കരുതേ. അമ്മായിമ്മ ചെറുപ്പത്തിൽ എന്തൊക്കെയോ കെട്ടിക്കയറി വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കരുതേ. നമ്മളെ അതല്ല ക്രിസ്തു പഠിപ്പിച്ചത്. നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം എന്നാണെന്നറിയാമോ? ക്രിസ്തു പഠിപ്പിച്ചതുമായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ലെന്നുള്ള. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ചവരെയെല്ലാം നമ്മൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ പിഞ്ചില്ലെന്ന് മക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അത് ക്ഷമിക്ക്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഐശ്വര്യം നിങ്ങൾ കണ്ടിട്ടേ ദൈവം ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ വിളിക്കുകയുള്ളൂ. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, നേരായ വഴിയിലൂടെ പോവുക. ദുരിതമാണെങ്കിലും പട്ടിണിയാണെങ്കിലും പരവേശമാണെങ്കിലും ഒന്നുമില്ലായ്മ അവസ്ഥയാണെങ്കിലും തമ്പുരാൻ പറഞ്ഞ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ച് നോക്കിക്കോ. നിന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും നിൻ്റെ മക്കളിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് സ്വത്തും സമ്പത്തും നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും നിൻ്റെ മക്കളിലൂടെ ദൈവം ഇതെല്ലാം നിനക്ക് നൽകും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുക, കർത്താവിൽ മാത്രം ശരണം വയ്ക്കുക. അതിൻ്റെ സ്ഥാനത്ത് വീടിനെയോ വ്യക്തികളെയോ ചില വസ്തുക്കളെയോ ഹൃദയത്തിൽ പൂജിക്കാതിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള പ്രത്യേകമായ അഭിഷേകം നൽകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.